പ്രിയപ്പെട്ടവര്, കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പേരിൽ പല തവണകളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഒരു പദ്ധതിയുമായിട്ട് മനുഷ്യാവകാശ സമിതി വരികയാണ്. നമ്മൾ പ്രാവശ്യം നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ചേർപ്പ് പഞ്ചായത്തിലുള്ള ഒരു സരോജിനി അമ്മ, 87 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. 60 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളാണുള്ളത്. വിവാഹം കഴിഞ്ഞിട്ടില്ല. പത്രങ്ങളിലൊക്കെ അവരെ ദുരിതമായ അവരുടെ ജീവിതത്തിനെ കുറിച്ചും താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ കുറിച്ചിട്ടും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ആവശ്യം നല്ലൊരു വീടാണ് താമസിക്കാനായിട്ട്. മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ ആരോഗ്യപരമായി ജീവിക്കാനുള്ള ഒരു വീടാണ് ആവശ്യം എന്നുള്ളത് അമ്മ പറയുണ്ടായി. അപ്പം അന്ന് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്തറ, അദ്ദേഹം കൂടാതെ ജനറൽ സെക്രട്ടറി ഷീല ഹരിദാസ്, ട്രഷറർ അബൂബക്കർ തുടങ്ങിയവരെല്ലാവരും പോയി കണ്ടു. സ്ഥലം കണ്ട് നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് 13 വീടുകൾ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി പണിത് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഇത് നമ്മൾ 2ാമത്തെ വീടാണ് പണിത് കൊടുക്കുന്നത്. അപ്പം ഏതായാലും പല മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴും ഇന്ന് ജീവിച്ചു വരുന്ന പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സംസ്ഥാന സമിതിയുടെ ഒരു ആഹ്വാനം തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച 9-ാം തീയതി രാവിലെ 10:30 പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്തറയുടെ അധ്യക്ഷതയിലാണ് നമ്മുടെ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഊരായ്മ പുനപ്പള്ളി മനക്കൽ രാമൻ നമ്പൂതിരി, അദ്ദേഹമാണ് ഈ തറക്കല്ലിടൽ കർമ്മത്തിന് എത്തുന്നത്. എല്ലാം വളരെ മനോഹരമായി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങളുടെ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഡോക്ടർ അയത്തിൽ അൻസാർ, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജീവൻ, ജനറൽ സെക്രട്ടറി ഷീല ഹരിദാസ്, ട്രഷറർ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒപ്പം തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നല്ല രീതിയിൽ കൊടുക്കണം, എല്ലാവരും ഒന്ന് അറിയിക്കണം. 2ാമത്തെ വീടാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ താല്പര്യം. 550 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂമായിട്ട് ഉള്ളൊരു വീടാണ്. ചെറിയൊരു വീടാണ്. സ്പോൺസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് ഞങ്ങളുടെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നത് ക്യാഷ് ആയിട്ടല്ല, അവരെ ഈ മെറ്റീരിയൽസ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട്. ഇപ്പോൾ ചിലവരിപ്പോൾ ഞാൻ ഇത്ര ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് സിമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളായിട്ട് അവരെ കൊണ്ട് തന്നെ പേയ്മെന്റ് അങ്ങോട്ട് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓരോന്നായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട് പണിത് കൊടുത്തിട്ട് ഇപ്പൊ 2 കൊല്ലം. അത് എന്താ സ്ഥലത്തിന്റെ പേര്? എന്താ സ്ഥലത്തിന്റെ? കൈലാത്ത് ഗോപി എന്ന് പറഞ്ഞ ആൾക്കാണ്. ചെറുപ്പില്ല ഹെൽത്ത് സെന്ററിന്റെ പിന്നിലായിട്ട് അന്ന് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, അദ്ദേഹമാണ് താക്കോൽ. നടപടി ഇങ്ങനെ നമുക്കിപ്പോ കാണുമ്പോ അവരൊരു മാനസികമായിട്ട് ഒരു അവസ്ഥയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാമെന്നുള്ളത്. പിന്നെ വലിയൊരു സാമ്പത്തിക ഇതുകൾ ചെയ്യാൻ പറ്റിയ ഒരു സമിതിയല്ല മനുഷ്യാവകാശ സംരക്ഷണ സമിതി. പല ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള നമ്മളെ കൊണ്ടാവുന്നത്, അതായത് പഴയൊരു പഴമൊഴി ഉണ്ടല്ലോ, അണ്ണാറക്കണ്ണന് തന്നാലായത് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുത്തു പോലെ. ഇത് നമ്മുടെ പത്രത്തില് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇവര് അമ്മയുടെ കാര്യം മാതൃഭൂമിയിൽ വന്നിരുന്നു. അപ്പൊ ഇതിനെ പറ്റി തുടർന്നിട്ടാണ് ഇത് വന്നത്. പിന്നെ അവരെ ഒരു അപ്ലിക്കേഷൻ വാങ്ങിച്ച് നമ്മളത് ചെയ്തു നോക്കുന്നുണ്ടല്ലോ. നമ്മളത് അങ്ങനെ ഒന്ന് ശ്രദ്ധയിൽ പെട്ടപ്പോൾ ചെന്ന് അന്വേഷിച്ചു. ചിലതൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ചിലത് ചെന്ന് കാണുമ്പോൾ അത്
ഒരു 100% അങ്ങനെയായിട്ട് തോന്നാറില്ല. അപ്പൊ അവർക്ക് ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്ന പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് ചെയ്യാം. ഇതില് ഇവര് ഭൂമി ഇല്ലാത്തത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ ഭൂമി കൊടുക്കാന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാം. ഇതിലിപ്പോ പങ്കെടുക്കുന്നത് സുരേഷ് കെ കരോൾ, ഞാനുണ്ട്, സജീവൻ ജില്ലാ പ്രസിഡന്റ്, ട്രഷറർ എം അബൂബക്കർ, പിന്നെ ജില്ലാ സെക്രട്ടറി മോഹനേട്ടൻ, പിന്നെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ബീന പി കെ. ഞങ്ങളെല്ലാവരും ഉണ്ട്. പ്രസിഡന്റ് 2 വാക്ക് ജില്ലയില് ഇപ്പൊ 2ാമത്തെ വീടാണ്. സംസ്ഥാനത്ത് 13ാമത്തെ വീടാണ്. 2020 മുതൽ തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് കോവിഡിന്റെ കാലത്ത് കുറച്ച് ബ്രേക്ക് തോന്നുന്നു. മൊത്തം ഒരു 25 വീടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 13ാമത്തെ വീടാണ്. എല്ലാവരും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നത്. പൈസ ആയിട്ട് ആരെയൊന്നും വാങ്ങുന്നില്ല. ഇപ്പൊ ആരെങ്കിലും തരാമെന്ന് പറയുകയാണെങ്കിൽ തന്നെ സിമെന്റോ കമ്പിയോ മണ്ണിലോ മെറ്റലായിട്ടാണ് വാങ്ങുന്നത്. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. കാരണം ഈ പൈസ പിരിച്ചിട്ടുള്ള അങ്ങനത്തെ രീതി വേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ളത്. നിങ്ങളെ എത്തിച്ചേർന്നാൽ വളരെ സന്തോഷം.